Oh, no, 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 no. Hello everyone, welcome back to my channel Sadhna Movies Reaction. So guys, today I'm gonna react on second part of Marco movie, and you guys, oh my god, lot of comments I got from you guys. A lot of comments I got from you guys that Sadhna, don't watch this movie alone. Don't watch this movie. It's such a bloody movie. It will leave you traumatized for many days. And I really got scared by seeing those comments as well. But at the same time, I got excited to watch this movie. What is there in this movie? Why you people are saying not to watch this movie? So I got like really excited. Like the excitement got double by seeing you guys comment. And yeah, I am like, let's watch it. Let's see how much I can tolerate, how much I can watch, and let's push our limits. Okay, let's see that. And yeah, but if you came here for the first time, hi, I'm Sadhna. I do reaction here on movie scenes. If you're interested watching this kind of video, please do consider subscribing. Also follow me on Instagram. Link will be in description box. But for now, let's start. Marco's നിങ്ങൾക്കറിയോ entry. മാർക്കോ ആരാന്ന്? I don't know. I want to see. You shut up. He's a hero. He has huge swag. പക്ഷേ മമ്മ പറയാ അങ്കിൾ ഒരു ഡോഗാണ്, നമ്മുടെ വീട്ടിലെ കാവൽ നായ. അത് നിന്റെ മമ്മിക്ക് മാർക്കോച്ചിന് ഇഷ്ടമല്ലാത്തോണ്ടാ. Oh, He's a hero, super hero. No, devil. Daredevil. Daredevil. ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു ദിവസം നമ്മളെ വീട്ടിലൊരു കോൾ വന്നു. റാൻസം കോൾ. അച്ചായ ജോണിയാണ്. ആടാ പട്ടി ജോണി പറയടാ. കുറച്ച് ചെമ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പണ്ടം വെച്ച് കുറച്ച് പൈസ വാങ്ങാന്ന് കരുതി. അതിന് നീ എന്തിനാടാ എന്നെ വിളിക്കുന്നത്? നേരെ പീടിയിലേക്ക് ചെന്നാ പോരെ. പണയല്ല, വേറെ ആയിട്ടാ. നിന്റെ അനിയനെ ഞാൻ പൊക്കിട്ടുണ്ട്. Oh. 4 കിലോ ബിസ്ക്കറ്റ് അടിച്ച് 9.5 തിളക്കത്തിന് കൊണ്ടുപോവാണേ. അവൻ പട്ടിക്കൂട്ടിലെ ബെൽജിയം മെല്ലോയ്സ് അവറ്റെങ്കിലും കടിച്ചു കീറണ്ടെങ്കിലേ പണ്ടവും പണമായിട്ട് വാ. എടാ വിക്ടർ, Oh. They captured Victor. Kidnapped. Sorry. What? Oh my god. വിക്ടർ മോനെ, വിക്ടർ, വിക്ടർ. വിക്ടറിനെയല്ലേ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഫോൺ കോൾ വന്നേ? അനിയനാന്നാ പറഞ്ഞേ. ഏതായാലും വിക്ടർ അല്ല. What was that? പട്ടി ജോണി പണയമായി പിടിച്ച പണ്ടം അവന്റെ പണ്ടാരടങ്ങും. No, 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 no. What the hell, entry? He is a wrong person. I felt like vomiting. Oh! They kidnapped Victor. Oh, sorry. Marco. Hey, Rose. Do it. I'm a dog lover. I'm a dog lover. I have a husky. Hmm. His name is Rocky. Rocky. ആള് മാറിയതാ. Whoa. എന്താ പ്രശ്നം?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. Love it. Love it. Indian Hollywood is Malayalam cinema. Love it. Love it, love it, love it. You are dealing with the Wrong person. Ooh. Love it. Love it, love it, love it, love it, love it, love it. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മുറിക്കേണ്ട സമയത്ത് തന്നെ മുറിക്കണം. എന്താ വല്യപ്പച്ച, ആർക്കാ ഇപ്പൊ ഇവിടെ വീതം വെക്കേണ്ടത്? എനിക്കല്ല, കണ്ണ് കാണാത്തവനാണെങ്കിലും വിക്ടർ ഇല്ലേ, ഉം. പിന്നെ ആൻസി, അവള് പറഞ്ഞോ? ഉവ്വച്ചായ ഞാൻ പറഞ്ഞായിരുന്നു. 3 ഭാഗമായിട്ട് വീതിക്കണം. 3 അല്ല 4. ഏത് ആ തന്തയാരെന്നറിയാത്ത നായയാണോ 4-മൻ? വല്യപ്പച്ചൻ മര്യാദയിൽ അല്ല അച്ചായനി മാർക്കോട് എന്താ ഇത്ര വലിയ ഇഷ്ടം? നമ്മുടെ കൂടെ പറപ്പൊന്നും അല്ലല്ലോ, സ്വന്തം ചോരയോടില്ലാത്ത ഇഷ്ടം എങ്ങു നിന്ന് വന്നു കയറി ഒരുത്തനോട്. അതെന്നെ പഠിപ്പിച്ചത് എന്റെ നിന്റെ അപ്പൻ അടാട്ട് കാർന്നൂര് തന്നെയാ. അങ്ങേര് ഒരു ദിവസം അവൻ എവിടെ നിന്നോ വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ച് അങ്ങേരുടെ അപ്പന്റെ പേരും കൊടുത്തു, മാർക്കോ. അതായത് എന്റെ നിന്റെ അപ്പാപ്പൻ സാക്ഷാൽ മാർ. എനിക്കോ വിക്ടറിനോ അല്ല അപ്പച്ചൻ തന്നത്, നീ പറഞ്ഞ ദത്തുപുത്രനാ. അല്ല, എന്നു മുതലാ അവൻ നിനക്ക് കൂടപ്പിറപ്പ് അല്ലാതായത്? സ്വത്ത് വീതം വെച്ചു അപ്പച്ചൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഈ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എങ്ങനെ വീതം വെക്കണമെന്നൊക്കെ ജോർജിന് അറിയാം കേട്ടോ. നിന്റെ അപ്പൻ അവൻ എവിടെ നിന്ന് കൊണ്ടുവന്നതായാലും ഇനി അവന്റെ ചോരയായാലും ബാസ്റ്റഡ് തന്നെയാണ്. ഒരു തറവാട്ടിലും പിഴച്ചുണ്ടാവുന്നവന് സ്വത്ത് എഴുതി കൊടുക്കാറില്ല. വല്യപ്പച്ചൻ പറയണേലും കാര്യമുണ്ട്. പെട്ടവർക്ക് തന്നെയാണ് സ്വത്ത് കിട്ടേണ്ടത്. ഇച്ചാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ കോട്ടയത്തെ തോട്ടവും കൊരട്ടിയിലെ പറമ്പൊക്കെ നോക്കണ ഈ വല്യപ്പച്ചനാണ്. അവിടുത്തെ ആദായത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ടേ? എല്ലാം നമുക്ക് മാത്രം ഉള്ളതല്ലേ? അത് നിയമത്തിൽ വരുന്ന കാര്യം. പിന്നെ സ്വത്ത് കണ്ണി കണ്ടവർക്ക് അനുഭവിക്കാനുള്ളല്ലോ. വെറുതെ ഇല്ല, കർത്താവ് നിന്നെ കണ്ണുപൊട്ടനാക്കി. നിന്റെയൊക്കെ തന്തയുടെ സ്ഥാനത്താ ഞാൻ. തന്തയുടെ സ്ഥാനത്ത് നിന്നല്ലാതെ തന്തയാവാൻ നോക്കണ്ട. ഓ. ചിലവർക്ക് കർത്താവ് കണ്ണു കൊടുക്കില്ല, ചിലവർക്ക് ബോധം. വിക്ടർ മിണ്ടായിരി. സോറി ചേട്ടത്തി, പറയേണ്ടത് പറയണം. ആർക്കോ ഞങ്ങൾക്കാരെന്ന് ഈ പുറത്തുനിന്ന് വന്ന വല്യപ്പച്ചൻ പറഞ്ഞിരുന്നു. ഓ. വല്യപ്പച്ചോ കേട്ടല്ലോ, വിക്ടറിന് വരെ പ്രാപ്തിയായി. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ആരുടെ ഉപദേശം ആവശ്യമില്ല. Nice. Whoa. First movie of Uni Mukundan sir of my life is Marco. Wow. മാർക്കോ, എനിക്ക് കാഴ്ച കിട്ടിയ ആരെയാണ് ആദ്യം കാണേണ്ടതെന്ന് അറിയോ? ഞാൻ പറയട്ടെ? പറയണ്ട. നീ എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുത്. സിഗരറ്റ് കളയടാ. കളയാനാ പറഞ്ഞത്. ആ, നീ ഇവനെ കൂടെ ചീത്തയാക്കുമല്ലോ. സിഗരറ്റിന്റെ സ്മെൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. പാവം. മേലെ സിഗരറ്റ് വലിക്കുന്നത് കണ്ട നിന്റെ തലമുടി അടിച്ച് പൊളിക്കും. സ്മെല്ല് സഹിക്കുന്നില്ല. I love the Victor character, yaar. എന്റെ വിക്ടർ എന്നെ സ്നേഹിച്ചത്രയും തിരിച്ച് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. കർത്താവേ, എല്ലാ പരീക്ഷണങ്ങൾക്കും നിന്ന് തന്ന ഒരു പാവമായിരുന്നു അത്. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മോചനം കൊടുത്ത് അവന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കൊടുക്കണം. ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയനുണ്ടായിരുന്നുവെന്ന്. നാളെ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന്. Oh, tomorrow.
Oh, swag. Swag, boss. എൻ്റെ വിക്ടറിനെ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ കൊല്ലും. Oh. Oh. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. മാർക്കോ, പള്ളി കയറി ഒന്ന് പ്രതികാരം ചെയ്യുന്നൊക്കെ വിളിച്ചു പറയാൻ നീ ആരാണ്? കുരുത്തം അത് വണ്ടേ ഇല്ലല്ലോ. ജോർജ് അച്ചായനും അത്ര മോശമൊന്നുമല്ല. ഇവിടെ എല്ലാരും കൊണ്ടും കൊടുത്തും തീരണം. അതാ ഇവന് വേണ്ടേ. ആ അത് ശരിയാ, എല്ലാവരും തീർന്നാൽ അത്രയും നല്ലതാണ്. കുടുംബത്തിൽ ഓരോരുത്തർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ അവിടെ ബിസിനസ് ആണെന്നും പറഞ്ഞ് ഓരോരുത്തരെ കൊല്ലാൻ നടക്കുക. ഗുണ്ടകളെ പോലെ. ചേട്ടൻ ഗുണ്ട, അനിയൻ സൈക്കോ. അല്ല, അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. എൻ്റെ അമ്മ മറിയ 3 പ്രസവിച്ചിട്ടുള്ളൂ. വിക്ടറും ആൻസിയും പിന്നെ ഈ ഞാനും. നീ ആരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. Oh. വിക്ടറിന്റെ മരണത്തിൽ എനിക്കില്ലാത്ത സങ്കടമൊന്നും നിനക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ പ്രതികാരം ചെയ്യാൻ നീ ആരാടാ? അവന്റെ കൂടെ പറഞ്ഞ ചോരയോ? അതെ, വിക്ടർ എൻ്റെ ചോരയാണ്. അവൻ എൻ്റെ കൂടെ പിറപ്പാണ്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും നാട്ടിൽ നിർത്തിയാലും ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ എൻ്റെ അച്ഛനും വിക്ടർ എൻ്റെ അനിയനും ആൻസി എൻ്റെ പെങ്ങളും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അതെനിക്ക് സഹിക്കില്ല. Oh. ദൈവം അവനെ കാഴ്ച കൊടുത്ത അവൻ ആദ്യം ആരെ കാണുന്നോർത്ത് നിങ്ങൾ പേടിച്ചില്ലേ? നിങ്ങളും ഞാനും അത്രയും അവനെ സ്നേഹിച്ചതല്ല. എന്നാ പിന്നെ നീ പോയിട്ട് ചത്ത് തൊലേ. മോനെ മാർക്കോ, നീ ഇച്ഛാന്റെ പിന്നാലെ വരരുത്. ആരുടെയൊക്കെ വിട്ടുവീഴ്ചയാടാ എൻ്റെ ജീവിതം. എന്നെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അവന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ഇച്ഛാൻ ചെയ്തു. He loves him. Oh. ഇതെന്ത് മാരക സാധനാണോ? താനെന്താ എപ്പോഴും ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത്? ഞാനോ? നോ മാൻ. സി മാർക്കോ, കണ്ണ് കാണാൻ പറ്റാത്ത ഞാൻ വരെ എന്ത് ഹാപ്പിയാ. എനിക്ക് ഈ കാറൊക്കെ ഓടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുമോ? സ്റ്റിൽ ഐ ആം ഹാപ്പി. നിനക്ക് വണ്ടി ഓടിക്കണം? Oh. മാർക്കോ, യു ക്രേസി. Oh. എൻ്റെ ചോരയാണ്. അവൻ എൻ്റെ കൂടെ പിറപ്പാണ്. കടൽ പോലിരമ്പും ഒരു നൂറു ചില്ലായി ചോരുന്നു താനേ. Oh. അരികെ No. ഓർമ്മയാകെ വിലഗ്നിയും. Marco, you okay? ഓക്കെ മാൻ. മഞ്ചല്ലേ? Stop smoking so much. മാർക്കോ, മനസ്സമ്മതം കഴിഞ്ഞ് നീയായിട്ടൊരു ജീവിതം കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, മറിയ. Oh. പ്രതികാരം എന്ന് പറഞ്ഞ് നീ ഇനി ഇറങ്ങാൻ നിൽക്കരുത്. അൻവർ അന്ത്യചുംബനം നൽകാൻ അവരവൻ്റെ മുഖാലിയിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ
നീ പറയുന്നത് ഞാൻ കേട്ടേനെ. Oh. വിക്ടർ അങ്കിൾ സ്വർഗത്തിലായിരിക്കും അല്ലേ? കണ്ണില്ലാത്ത ആളല്ലേ? വിക്ടർ അങ്കിൾ സ്വർഗത്തിലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് വൺ തിങ് ഐ എം ഷുവർ ഓഫ്, അങ്കിളിനോട് ഇത് ചെയ്തവൻ Mm. he is going to see the darkest side of hell, Oh my the God. real devil. മാർക്കോ, വിക്ടർ വാസ് മൈ ഡിയറസ്റ്റ്. ബ്രദർ ജോർജ്, വളരെ ക്രൂവലായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. എനിക്കറിയാം. നമ്മൾ തമ്മിൽ കച്ചവടം തുടങ്ങിയിട്ട് കുറേയായി. ഇപ്പോൾ ഒരു വൈരാഗ്യത്തിൻ്റെ കാര്യം ജോർജിനോട് ആർക്കുമില്ല. നമ്മുടെ ബിസിനസ് ഫാമിലിയിൽ ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ്. താരിഖ് വന്നില്ല അല്ലേ? Mm. ജോർജ്, ഐ എം സോറി ഫോർ യുവർ ബ്രദേഴ്സ് ലോസ്. Acha. അതുപോലെ കണ്ണ് കാണാത്ത ഒരു പാവം പയ്യനെ ആസിഡിൽ മുക്കി കൊല്ലാൻ മാത്രമുള്ള ക്രൂരത ഇവിടെ ആർക്കുമില്ല. Mm. ഐ സസ്പെക്ട് സം എക്സ്റ്റേണൽ ഇൻവോൾവ്മെന്റ്. ഇത് ഡെസ്റ്റിനിയാണെന്ന് വിചാരിച്ചാൽ മതി ജോർജ്. പ്രിയപ്പെട്ടവരെ ആയിരിക്കും ദൈവം എപ്പോഴും നേരത്തെ വിളിക്കുക. Oh. നമ്മളിത് കണ്ടെത്തും. ഇത് രണ്ടും ചെയ്ത ആരാണ്? എനിക്ക് ആരുടെയും സഹായം വേണം. കണ്ടുപിടിച്ചാൽ കാക്കിച്ചട്ടയ്ക്കോ കറുത്ത ഗൗണിനോ വിട്ടുകൊടുക്കാറില്ലല്ലോ നമ്മൾ. Mm. ആരായാലും ചെമ്പ് തെളിയിക്കും ഞാൻ. It is not that easy, George. If they have dared to murder a business tycoon's brother, then their mind should be brutal and sharp. So take very cautious steps. തങ്കം കട്ടിക്ക് പൂശിയ ചെമ്പ് വെളി വരാൻ പാടാ. Oh. ഈ സിറ്റിയിൽ പോലീസിന് അറിയാൻ വയ്യാത്ത ക്രിമിനൽസിനെ നമുക്കറിയാം. പോലീസിന് കയറാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ കയറും. This is my son Russell. Seek his blessings. ഇവൻ സ്റ്റേറ്റ്സിലായിരുന്നു സയൻസ് പഠിക്കാൻ. കലപ്പൊക്കത്തിലായപ്പോൾ Hmm. ഞാൻ തിരിച്ചു വിളിച്ചു. ഇനി എൻ്റെ ബിസിനസ് എല്ലാം നോക്കാൻ പോകുന്നത് ഇവനായിരിക്കും. കുട്ടികൾ പഠിക്കട്ടെ. ഇവൻ ആദ്യത്തെ അസൈൻമെന്റ് ഞാൻ കൊടുക്കാൻ പോവാണ്. വിക്ടറിന്റെ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ടീം. വിത്ത് യുവർ പെർമിഷൻ, ലെറ്റ് റസൽ ലീഡ് ഇറ്റ്. ഐ എം ഷുവർ ഹിൽ ബ്രിങ് ഔട്ട് ദ റിയൽ കൾപ്രിറ്റ്. ചെയ്തവനെ കണ്ടെത്തിയ പിടിച്ചു കൊന്നുകളയാണ്. കൊന്നുകളയാൻ ഇത് നായിക്കുന്നതായിരിക്കും പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താന്ന് ഞാൻ അറിയിച്ചോളാം. കണ്ണി കാണുന്നവരൊക്കെ അച്ഛനാടാട്ട കാരണവന്മാരെ സ്വഭാവം കാണിച്ച താൻ വിവരം അറിയും. Hmm. എതിർത്ത് നിന്ന ഓട്ട വീഴും. എല്ലാത്തിൻ്റെ നെഞ്ചത്ത്. Okay, so guys, as we have seen the second scene of Marco, and while I removed the earbuds, then only I realized that I'm reacting and not only watching the movie. So, yeah, it was such a fantastic scene. What a fantastic introduction scene for Marco. That fight scene, what happened in like they kidnapped Marco. Why? They kidnapped the wild lion, okay? And they wanted to, oh god, it was such a nice, fantastic scene. And then I am super excited to see further scenes, like how he will. And this movie is giving a lot of build up now, and like you people in comments gave a lot of build up, so it is together a big like I'm getting scared also. Oh my god, that fight scene of Marco introduction was how he. I was about to puke. That much bad I was feeling that time. Like the blood and everything was too much there. And then, yeah, this scene was mix of everything. Like mix of bloods and all those fight scenes, and mix of like those emotional scenes as well, like how they were loving each other, how like it was such a emotional scene to watch. And like he really, and oh my god, it was so bad how they killed him, like Victor, how they made like oh my god, that acid burns. And he like no one can even recognize him, that badly they killed him, right? So he was saying make Russell the oh god, and Russell only killed him, huh?
Russell should lead. Oh God. But Marco will see. Marco will see what to do, what not to do. Okay. Don't tell him, don't disagree. Just when he is saying something, just that is the final thing. That's it. And what a swag and what a style. You know, this is my first movie of Uni Mukundan sir, and this is so brutal. It was such a Hollywood level movie made by Malayalam cinema, and I always see that potential in Malayalam cinema from starting only. I'm saying this, that the Malayalam movies are like Indian version of Hollywood movies. Like, it is so great to watch these movies. And yeah, that is it for this video. If you enjoyed this video, give it a thumbs up, subscribe my channel. I will see you super soon in the next part tomorrow. Till then, bye bye.